മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും പഠനങ്ങളിലും പരീക്ഷകളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, ഒരുവനെ അശുദ്ധനാക്കാൻ പുറമേ നിന്ന് ഒന്നിനും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടറിപ്പോകുന്നതിന്റെ കാരണം, തെറ്റു പ്രവർത്തിക്കുന്നതിന്റെ കാരണം മറ്റു പലരും മൂലമാണ്, മറ്റു പലരും നൽകുന്ന പ്രലോഭനം കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ തെറ്റിപ്പോകുന്നത് എന്ന്. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ പുറമേ നിന്ന് ഒരു വ്യക്തിക്കും ഒരു കാര്യത്തിനും നമ്മുടെ ആന്തരികതയെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മൾ തന്നെ മനസ്സ് വെക്കണം. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കണം, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. മറ്റുള്ളവർ കാരണമല്ല, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ തന്നെ കുറവാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് കുറവുകൾ ഉണ്ടാകുന്നത്, എവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത്, അതിനെ പരിശോധിച്ച് ജീവിതത്തിൽ അതിനെ തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. ഇത് പുറമേ നിന്ന് ഒന്നിനും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. നമ്മുടെ തന്നെ കുറവുകളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് നമ്മുടെ തന്നെ ജീവിതത്തെ പരിശോധിക്കുക, കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെയും മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, പഠനങ്ങളിലേക്ക്, പരീക്ഷകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇന്നത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ഇവരുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും അങ്ങയുടെ സാന്നിധ്യവും സഹായവും ഇവർക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തികളും നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.